ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അർച്ചനയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആദ്യം മുന്നിൽ നിൽക്കുന്ന ആൾ അച്ഛനല്ലേ? ഇപ്പോ അർച്ചന ഈ അവസ്ഥയിലായിരുന്നിട്ടും അച്ഛൻ മാത്രമാണ് ഹോസ്പിറ്റലിൽ ചെന്ന് അർച്ചനയെ കാണാതിരുന്നത്. ഇത് ലക്ഷ്മി, എന്റെ സുഹൃത്താ. അർച്ചനെ കാണാൻ വേണ്ടി വന്നതാ. ഓ, ഞങ്ങളെന്നാ റൂമിലേക്ക് ചെല്ലട്ടെ. സച്ചി എന്നാ ലക്ഷ്മി യാത്രയാക്കിട്ട് വാ. ശരി. നീ എന്തിനിങ്ങനെ തിരിഞ്ഞു നോക്കുന്നേ? അത് മോശമല്ലേ? ഈ യാത്രയപ്പ് അത്ര നല്ലതല്ല. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. നീ ഇവിടെ വന്നേ. താങ്ക്സ്. എന്തിന്? അർച്ചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവിടെ വരെ വന്ന് അവളെ സമാധാനിപ്പിക്കുകയും ചെയ്തില്ലേ, അതിന്. സച്ചേട്ടന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം അർച്ചനയോടല്ലേ? അതിനേക്കാൾ വലുതായി ഈ ലോകത്ത് എനിക്ക് മറ്റൊന്നുമില്ല. സച്ചേട്ടൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും സ്നേഹിക്കുന്നതും എല്ലാം സച്ചേട്ടന് കിട്ടാനല്ലേ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? അത് എന്റെ കടമയാ. എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ സച്ചേട്ടാ. അതെന്താ മീരെടുത്തേ? നിനക്ക് കഴിക്കാനുള്ള കഞ്ഞിയും സച്ചിക്കുള്ള ചോറും കറിയും എല്ലാം ഉണ്ട്. പിന്നെ സച്ചിയുടെ കൂടെ വെളിയിൽ കണ്ട ആ പെണ്ണെ അന്ന് വളകാപ്പ് ചടങ്ങിന് കണ്ടവളല്ലേ? അതെ, ലക്ഷ്മി എന്നെ കാണാൻ വന്നതാ. ഓ, പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചേക്ക്. അവന്തികയുടെ ജോലി നീ ഏറ്റെടുത്തോ? എന്തിനിങ്ങനെ ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പ് പറയുന്നത്? സച്ചേട്ടനെ എനിക്കറിയാം. എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സച്ചേട്ടൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയാ ലക്ഷ്മി. ഈശ്വര, എങ്കിലും തീർന്നു. പക്ഷേ അവളിപ്പോ ഭർത്താവിനൊപ്പം അമേരിക്കയില. ഇവിടെ ഏതോ ബന്ധുവിനെ കാണാൻ വന്നപ്പോ സച്ചേട്ടനെ കണ്ടു. അങ്ങനെ എന്നെ കാണാൻ വന്നത്. ഓ, അമേരിക്കയിലാണോ? എങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലേ? ഇപ്പോഴുടെ ഒരു കാര്യം. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങൾ വൃന്ദാവനത്തിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. മീരേട്ടത്തേക്ക് നല്ല സന്തോഷമുണ്ടല്ലോ. എന്തു പറ്റി? അർച്ചനടുത്തിയോടുള്ള മീരേച്ചിയുടെ വിരോധമൊക്കെ മാറിയോ? എന്റെ പൊന്നു മക്കളെ, അതൊക്കെ മാറി. സത്യത്തില് ഞാൻ ഈ ചോറും കറികളും ഒക്കെ കെട്ടിക്കൊണ്ടു വന്നതേ അർച്ചനയോടൊന്ന് മനസ്സ് തുറന്ന് ക്ഷമ പറയാനാ. അതെന്തായാലും നല്ലതാ. എന്നാ പിന്നെ തുടങ്ങിക്കോ. ഇപ്പോഴാണെങ്കി ഞങ്ങൾക്കൂടി കേക്കാലോ. അയ്യടാ, എല്ലാവർക്കും ഞാൻ ക്ഷമ പറയുന്നത് കേൾക്കാൻ എന്ത് സുഖം. ഇത് അങ്ങനെയൊന്നുമില്ല. അർച്ചനെ, എന്റെ പൊട്ടത്തരം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അതിനെല്ലാം കാരണം അവന്തികയാ. നീ എന്നോട് ക്ഷമിക്ക്. ഇത് ആത്മാർത്ഥമായിട്ടുള്ള ക്ഷമ പറച്ചിലാണോ അതോ ഉടായ്പാണോ?
എനിക്കങ്ങനെ ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് പറയുന്ന സ്വഭാവം ഇല്ല. ഉം. ഉള്ളിലുള്ളതങ്ങ് പുറത്തു വരും. മീരടുത്ത് എനിക്കറിയില്ലേ, ഞാൻ ക്ഷമിച്ചു പോരെ. അടിപൊളി. അപ്പോ ഇതിന് മീരടുത്തി ഞങ്ങൾക്ക് ചെലവ് ചെയ്യണോ? ഓ, എന്തു വേണേലും ചെയ്യാം. അല്ല, അച്ഛനെന്താ വരാത്തെ? എന്നോട് ഇപ്പോഴും ദേഷ്യാണോ? പോരാൻ നേരത്ത് ഞങ്ങളെ വിളിച്ചതാ. പക്ഷേ അച്ഛന് വല്ലാത്ത കുറ്റബോധം, അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ അങ്കിള് വരും. നിനക്ക് അങ്കിളിനെ കാണണോ? കാണണം. മറ്റാര് വന്നില്ലെങ്കിലും എനിക്ക് അത്രയ്ക്ക് വിഷമമില്ല. പക്ഷേ അച്ഛൻ എന്നെ കാണാൻ വന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട്. അച്ഛൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ അച്ഛൻ ഈ കുറ്റബോധം? തെറ്റ് ചെയ്ത ആള് നെല്ലിശ്ശേരിന്ന് പോയില്ലേ, പിന്നെന്താ അച്ഛൻ വരാത്തെ? നീ വിഷമിക്കണ്ട, അങ്കിള് വരും വരും. അർച്ചനയെ മുറിയിലേക്ക് മാറ്റിയല്ലോ അല്ലേ? മുറിയിലേക്ക് മാറ്റി. പക്ഷേ അവളുടെ മനസ്സിലെ വിഷമം മാറിയിട്ടില്ല. അച്ഛാ, അച്ഛൻ ഇതൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് അർച്ചനെ ഒന്ന് കാണാതിരുന്നെന്താ? സാധാരണ അങ്ങനെയല്ലല്ലോ. അർച്ചനയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആദ്യം മുന്നിൽ നിൽക്കുന്ന ആൾ അച്ഛനല്ലേ? ഇപ്പോ അർച്ചന ഈ അവസ്ഥയിലായിരുന്നിട്ടും അച്ഛൻ മാത്രമാണ് ഹോസ്പിറ്റലിൽ ചെന്ന് അർച്ചനയെ കാണാതിരുന്നത്. അച്ഛാ, അച്ഛന് നേരിയൊരു പനി വന്നാൽ പോലും ടെൻഷൻ അടിച്ച് ഓടിയിരുന്നത് അച്ഛനെടുത്തിയ. തിരിച്ച് ജീവിതത്തിലേക്ക് വരുമോ ഇല്ലെന്നൊന്നും ഉറപ്പില്ലാതെ ആശുപത്രി കിടന്നിട്ടും അച്ഛനെന്താ അങ്ങോട്ടും തിരിഞ്ഞു നോക്കാതിരുന്നേ? അച്ഛന് വല്ലാത്ത വിഷമമുണ്ടെങ്കിലേ, അതവള് എന്നോട് തുറന്നു പറയുകയും ചെയ്തു.